തണുത്തിട്ട് ഭ്രാന്തായി എന്തൊക്കെയോ കാണിക്കുന്നത്. ഞാൻ വളരെ ഡിസപ്പോയിൻമെന്റ് ആണ് ഗൈസ്. എന്റെ മനസ്സിലുണ്ടായിരുന്നത് എയർ ഹോസ്റ്റസ് വരുന്നു, ബോർഡിംഗ് ടിക്കറ്റ് വാങ്ങുന്നു, സീറ്റ് നോക്കുന്നു, നമ്മളെ കൊണ്ടിരുത്തി തരുന്നു, അതൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും സുരക്ഷിതമായിട്ട് എത്തിക്കാവുന്നതാണ് എന്റെ കർത്തവ്യം. അതെ, ടൂർ കോർഡിനേറ്റർ കെവിൻ ഷാജിയുടെ വിലപ്പെട്ട വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ബോട്ട് പോലും കാണുന്നില്ല, ചാർജിംഗ് ബോട്ട് ഇല്ല, പാടില്ല. ചത്ത് 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 സെൽഫി വിത്ത് ടിംഡി. ഗൈസ്, ഒരു വ്ളോഗറിന്റെ രോദനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ग्रो आप बैठेंगे अंदर ही, आप बैठोगे अंदर ही. रोप पकड़ो, रोप रोप पकड़ो, रोप മോശ. ശ്രേഷ്ഠ ശ്രേഷ്ഠ അവിടെ അടി. സ്റ്റെപ്പ് ഇട്, എന്റെ സ്റ്റെപ്പ് ഇട്, ഒരു കൊച്ചുപിടി സ്റ്റെപ്പ്. പതറില്ല ഇന്നീ വഴി താളം. കപ്പിത്താൻ എവിടെ? കപ്പിത്താൻ എവിടെ? ഞങ്ങളുടെ കപ്പിത്താൻ ഒരു ഹായ് പറയൂ. ഹായ്. Okay, and you know, and this is all the letter is done by the stone, not the black scale there, because in Taj Mahal no any color, and almost they use stones in different. ആക്ച്വലി കുത്തബ് മിനാർ ഇസ് എ 5-story ബിൽഡിംഗ് ആണ്. നമുക്കതിൻ്റെ മേലെ ഗ്രില്ല് കാണുന്നവരെ കയറാൻ പറ്റുമായിരുന്നു പണ്ട്. പക്ഷേ ആൾക്കാരെല്ലാം സൂയിസൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എൻട്രി എല്ലാം നിർത്തിയേക്കാണ്. ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. നല്ല തണുത്ത് വിറച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലും നദിയിൽ എങ്ങനെ ഇത് ചൂട് വെള്ളമായി വരുന്നു എന്നുള്ളത് നമുക്ക് നീ പറഞ്ഞുതരും. ഇവിടുത്തെ ഭൂമിയിലൊരു വിള്ളലാണ്. അവിടുന്ന് വെള്ളം മുന്നിലേക്ക് കടന്ന് നമ്മുടെ മാഗ്നറ്റ് അവിടെ എത്തിയിട്ട് സ്റ്റീമായിട്ടാണ് വന്നത്. അതാണ് വെള്ളത്തിൽ ഇവിടെ കണ്ടാൽ മനസ്സിലാവുന്നേ വെള്ളം തിളച്ച് ആവിയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ ആവി വരുന്നുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? മലയാളികൾ എവിടെ ചെന്നാലും മലയാളികളാണ്. കണ്ടില്ലേ ഉണങ്ങാനിട്ടേക്കുന്നത്? ഒരു ഉളുപ്പുമില്ല. ഈ പിടിച്ചൊക്കെയാണ് നടക്കുന്നത്. ഈ ഷൂ ആണെങ്കിൽ ഒന്നും ഉണങ്ങി കിട്ടൂല. അങ്ങനത്തെ ഷൂ ആണ്. പെട്ടിടാമാരും ആപത്തിൽ. കുഴപ്പമില്ല ഗൈസ്, എന്നാലും ഞങ്ങൾ ആണോ? വാവ്. ഒരു 10, 60, 100, 120 നിമിഷം. ഞങ്ങളത് ഇവിടെ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നല്ലൊരു ഫീലായിരുന്നു. എന്താ പറയുക, ഞങ്ങൾ ഗ്രഹാൻ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഹോട്ട് സ്പ്രിങ്ങിലോട്ട് വന്നത്. ഒരു പെയിൻ റിലീഫ് ഒക്കെ, എന്താ പറയുക, നോ വേർഡ്സ്. കൊഴി കാണിച്ചു കൊടുക്കളയും കൂടി മോള് മാത്രം കാണിച്ചാൽ കുട്ടി കസറപ്പ് പിടിക്കാണ്. കുട്ടി കുടിക്കണേ അണ്ണാക്ക് കയറ്റുന്നു. ഇത്രയൊക്കെ പ്രയാസമാണോ? കയ്പല്ല മധുര. അതാ എന്നിട്ട് എടുത്ത് എക്സ്പ്രഷൻ ഇടുന്നത്. പക്ഷെ അതിന് മരുന്നിൻ്റെ നമ്മൾ ഈ ടോണിക് ചോവ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. ഗൈസ്, നമ്മുടെ ട്രെക്കിങ്ങിൽ
ഒരു വ്ളോഗർ ഉണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗറെ പരിചയപ്പെടാം. ജുവൽ ജംഗ്ഷൻ്റെ ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ മോളാണിത്, ചൈത്ര ഹരി. നമുക്ക് അവരോട് ചോദിക്കാം എക്സ്പീരിയൻസ്. ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബോറടിക്കുന്നില്ല, ഒരുപാട് നടന്നെങ്കിലും കാലും കഴിക്കുന്നില്ല. നല്ലൊരു പ്രകൃതി സുന്ദരമായൊരു യാത്രയാണ്. ഞങ്ങൾ നേച്ചർ എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. യെസ്, വി ആർ നേച്ചറിസ്റ്റിക് പീപ്പിൾ. പിന്നെ ഇതുവഴി വണ്ടി പോകുന്നതുകൊണ്ട് പൊടി വരുന്നുണ്ടോന്നാണ് ഞാൻ മാസ്ക് ഒക്കെ ഞാൻ വെച്ചേക്കുന്നത്. അതും ശ്വസിക്കാൻ തയ്യാറാണ്, കാരണം നേച്ചർ തന്നെ എന്ത് ഞാൻ സ്വീകരിക്കും. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ ബാക്കി എന്താന്നുള്ളത്. ചാച്ചാ എന്ത് തോന്നുന്നു ബാക്കിൽ നിന്ന് പോകുമ്പോൾ? ബാക്കിന് പോകുമ്പോൾ നല്ല സുഖമുണ്ട്. ബാക്കിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് സ്നോ പോലും കിട്ടില്ല എന്ന് വിചാരിച്ചെടുത്ത് ദേ ഫോള് വരെ കിട്ടുന്ന ഗൈസ് ഇങ്ങോട്ട് തിരിയോ. എന്താ കഴിക്കാം? അടിപൊളിയാണോ? നല്ല നെയ്യുണ്ട്, മട്ടന്റെ ആ ഒരു റോനസ് കറക്റ്റ് കിട്ടുന്നുണ്ട്. നല്ല ഉപ്പുണ്ട്, അടിപൊളി. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് മട്ടൻ ചാവൽ. ഇനി മണാലിയിൽ ആര് വന്നാലും എന്തായിരുന്നു ഈ കടയുടെ പേര്? അല്ല, കാത്മണ്ഡു ധാബയിൽ വന്ന് എന്തായാലും മട്ടൻ ചാവൽ ട്രൈ ചെയ്യണം ഗൈസ്. ചാച്ചാ ഈ ചൈത്രാരി എന്തൊക്കെയോ കാണിക്കുന്നത്. കൊറോണ തട്ടിപ്പോ തണുക്കുന്നുണ്ടോ ടീമോ? ഇവിടെ ലൈറ്റ് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ലൈറ്റ് കൂട്ടട്ടെ. ഫീലിംഗ് എന്താ തോന്നുന്നു? ഇതൊക്കെ എന്താ നമ്മുടെ വാഗമണിലെ ഒരു ചെറിയ തണുപ്പ്. പിന്നെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് മാറി. വാഗമണി പിന്നെ കൈ മരവിക്കാറില്ല, വാഗമണി ഇങ്ങനെ വിറയ്ക്കാറില്ല, ശബ്ദം ഇങ്ങനെ ആവാറില്ല. അല്ലാതെ വാഗമണി തന്നെ കൈ ഒരു വലിപ്പോഴും. ഇത് വാഗമണി ഇല്ല. അഞ്ജുവിന് തീരെ തണുക്കുന്നില്ല അല്ലേ അഞ്ജു? ആ, നമ്മളിവിടെ ആസ്വദിക്കാൻ പോകുന്നത് നമ്മുടെ ഗൗരി പാർവതിയുടെയും കോളേജിനെ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ഏലലം തോണി ആലോലം തോണി എന്ന ഗാനമാണ്. നമുക്ക് ഗൗരി പാർവതിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. മൊണാസ്ട്രിയിലേക്കാണ് ഗൈസ് വന്നേക്കുന്നത്. ആഗ്രഹം സഫലമാവണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയും കൂടി പറഞ്ഞുതരും. ആഗ്രഹം വിചാരിച്ച് ബുദ്ധനെ പ്രാർത്ഥിച്ചിട്ട് കൈ എടുക്കാണ്ട് ഇവിടെ നിന്ന് നേരെ കറക്കി ആ വഴി വലം വെച്ച് ഇങ്ങോട്ട് വരാം. അന്നത്തെ ആദ്യം പ്രാർത്ഥിച്ചത്. ചരിത്രങ്ങൾ അങ്ങനെയാണ് പറയണത്. മന്ത്രം ചൊല്ലിട്ട് ഓം നമ പത്നിയേക്കും. ഓം നമ അല്ലല്ല, എന്നാലും മന്ത്രം ചൊല്ല. സിമ്പിൾ ആയിട്ട് ബുദ്ധനെ പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹം മാത്രം ഇത് ചെയ്ത് വന്നാൽ മതി. പോട്ടെ. ഹലോ ഗായ്സ്, ഞങ്ങൾ റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് തണുത്ത് വിറച്ച് മരവിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുള്ളവരുടെ തീയൊക്കെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഗായ്സ്. ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. കൂര തണുപ്പത്തും ഞങ്ങളൊക്കെ പഫറും ഇട്ട് ഞാൻ എന്താ ഇവിടെ ഇതുവരെ ഗ്ലൗസ് വരെ ഇട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ നിന്ന് വന്ന മായക്കുട്ടി ഇതാ ഹീറോയിസം കാണിക്കുന്നു. വെറും ഹീറോയിസം. പക്ഷേ അയ്യോ ആ സെറ്റ് ചേച്ചിയോടെ കളി അല്ല. എത്ര ചുമരുമ്പോ പെയിന്റ് അടിച്ചേക്കണം നോക്കി. अच्छा 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 घुमर 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 घुमर
ഹലോ ഗൈസ് നമ്മൾ ആനന്ദിലെത്തി. ആരൊക്കെയുണ്ടല്ലോ. സേ ഹായ്. നേരത്തെ കേട്ടത് ഹായ് പറയൂ, ഹായ് പറയൂ. മതി ഗൈസ്, ബാക്കി പിന്നെ നോക്കാം.